ഇപ്പോൾ ഒരു സമയം കൂടെ നമുക്ക് ഒരുമിച്ച് സഭയായി കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുവാൻ തുടങ്ങിയ വിഷയം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് തീർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ വാക്യത്തിലേക്ക് വീണ്ടും ഒന്ന് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ആ വാക്യം ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മയ്ക്കായിട്ട് വായിക്കുവാൻ ശ്രമിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാമത്തെ വാക്യം. 1 Thessalonians chapter 5 verse 23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ആ വാക്യത്തിൽ നാം പഠിച്ചു തുടങ്ങിയത് സമാധാനത്തിന്റെ ദൈവം നമ്മളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ ഭാഗത്തെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ ശുദ്ധീകരണം നടത്തുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. സർവശക്തനായ പിതാവ് ക്രിസ്തുവേശുവിലൂടെ തന്റെ ആത്മാവിലൂടെ നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. ആ ശുദ്ധീകരണം ഏതൊക്കെ തലങ്ങളിലാണ് വരേണ്ടത് അതാണ് അടുത്ത വാക്യത്തിൽ അടുത്ത ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്. ആത്മാവ്, ദേഹി, ദേഹം. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി കാക്കപ്പെടുമാറാകട്ടെ. എന്നിട്ട് അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഏത്? നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹിയെയും, ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും, ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും അനന്യമായി കാക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുന്നത് അത്യുന്നതനായ പിതാവാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ മുകളിലും താഴെയും എഴുതിയിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ശുദ്ധീകരണം. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് നാം ഉത്തരവാദിത്വം ഒന്നും ഇല്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ച കേട്ട ഇല്ലസ്ട്രേഷൻ നാം കണ്ടത്, ഒരു കുഞ്ഞിനെ നാം കുളിപ്പിച്ച് കഴിഞ്ഞ് അവന് നല്ല ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് നമ്മൾ കുഞ്ഞിനോട് പറയുകയാണ്, ഇനി ചെളിയൊന്നും പരട്ടരുത് മുകളിൽ, നമ്മുടെ ശരീരത്തിൽ ഡോണ്ട് ഗെറ്റ് ഡേർട്ടി, വീണ്ടും ഡേർട്ടി ആവരുത്, നിന്റെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ഓടി വീണ്ടും മണ്ണിനകത്തേക്ക് ഉരുളാനല്ല പോകുന്നത്. ആ കുഞ്ഞ് എല്ലാ പോസിബിൾ വേയും ഉപയോഗിച്ച് തന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം താൻ ക്ലീൻ ആയിരിക്കാൻ തക്കവണ്ണം ശ്രമിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്. ഈ വചനത്തിലേക്ക് നമ്മൊന്ന് വരുമ്പോൾ, എന്തുകൊണ്ടാണ് ദൈവം ഇത്രമാത്രം പ്രയത്നിക്കുന്നത് നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം? Why God is taking such an interest in the sanctification of you and me? നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം എന്തിനാണ് ഇത്രമാത്രം പ്രയത്നിക്കുന്നത്? അതിനൊരു കാരണമുണ്ട് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ആ കാരണം അറിയണമെന്നുണ്ടെങ്കിൽ turn with me to 1 Corinthians. 1 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ തന്ന വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളോട്. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടാണ് കർത്താവ്, അത്യുന്നതനായ പിതാവ്, അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇത്രമാത്രം നമ്മളിലേക്ക് ആ പ്രയത്നം, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഇത്രമാത്രം അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 1 Corinthians chapter 6 verse 19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയാമോ? ദൈവം നമ്മളിൽ വസിക്കുന്നു. ദൈവം വസിക്കുവാൻ തക്കവണ്ണം താൻ വിലയ്ക്ക് വാങ്ങിയ മന്ദിരങ്ങളാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മളൊരു ഭവനം വിലയ്ക്ക് വാങ്ങുമ്പോൾ എന്തൊക്കെയാ നമ്മളവിടെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും, അല്ലേ? ആ വീടിനെ മോടി പിടിപ്പിക്കാൻ വേണ്ടി വീടിനകത്ത് പഴയ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞിട്ട് അതെല്ലാം പെയിന്റ് ചെയ്യുകയും അതിനകത്ത് വേണ്ട അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുകയും വൃത്തിയാക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നിയാൽ നമ്മളത് അഴിച്ചു പണിയും. അതിനുവേണ്ടി കുറച്ച് പണം മുടക്കി പണിയും. ചിലർ അവധിയെടുത്ത് ആ വീടിന് വേണ്ടി, കാരണം ഇറ്റ് ഈസ് അവർ ഇൻവെസ്റ്റ്മെന്റ്.
We are the investment of God. Hallelujah. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലാണെന്ന് അവിടെ പറയുന്നു. ഹല്ലേലൂയ. അവിടുത്തെ അവകാശത്തിന്റെ മഹിമാതനമാണ് വിശുദ്ധന്മാരായ നമ്മളിലുള്ളത്. വിശുദ്ധന്മാരായ നമ്മളിലാണ് അവിടുത്തെ അവകാശത്തിന്റെ മഹിമാതനമുള്ളത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം അതാണ്. അവകാശത്തിന്റെ മഹിമാതനം വിശുദ്ധന്മാരായ നമ്മളിലത്. ഗ്ലോറി ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ് ഇൻ ഹിസ് സെയിന്റ്സ്. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം നമ്മളിൽ ഒരു വലിയ നിക്ഷേപമാണ് കർത്താവ് തന്നിരിക്കുന്നത്. ആ നിക്ഷേപം എന്തോന്നറിയാമോ? തന്റെ ആത്മാവിനെ, തന്റേതായ ആത്മാവിനെ, തൃത്വത്തിൽ ഒരുവനായി ആത്മാവിനെ നമ്മളിൽ തന്നിരിക്കുക, വിലയ്ക്ക് വാങ്ങിയിട്ട്. നമ്മൾ ആരുടെ വകയാണ്? ക്രിസ്തുവിന്റെ വകയാണ്, ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, ക്രിസ്തുവിന്റെ ശരീരമാണ് നമ്മൾ. സോ വി ഡോണ്ട് ബിലോങ് ടു അസ് എനിമോർ. അവിടുന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമ്മളിൽ എല്ലാ റിപ്പയർ പണികളും അവിടുന്ന് ചെയ്യുന്നത്. നമ്മുടെ അകത്ത് വലിയ പണികൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. എന്തിന്? തന്റെ പുത്രന് വസിക്കുന്നതിന് വേണ്ടി, തന്റെ ആത്മാവിന് വസിക്കുന്നതിന് വേണ്ടി, തനിക്ക് വസിക്കുന്നതിന് വേണ്ടി. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, പിതാവും പുത്രനും ഒരുമിച്ച് വന്ന് നമ്മളിൽ വസിക്കുമെന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അവിടുന്ന് ഒരുമിച്ച് വന്ന് നമ്മളിൽ വസിക്കും. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവം വസിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രങ്ങളാണ് നമ്മൾ. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നാണ് ഈ വചനം പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവമക്കളെ, ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയ, തന്റെ പുത്രന്റെ രക്തത്തിലൂടെ, തന്റെ പുത്രന്റെ ജീവനിലൂടെ ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയാൽ നാം ആരുടെ സ്വന്തമാണ്? ദൈവത്തിന്റെ സ്വന്തമാണ്. നമ്മൾ ഒരു ഭവനം വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാല് ആ ഭവനത്തിൽ മറ്റാർക്കുമല്ല അവകാശം, നമുക്കാണ് അവകാശം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കിയേ, മറ്റാർക്കും അതിനുമേൽ അവകാശമില്ല. അത് മുമ്പിൽ ആരുടെ കയ്യിലായിരുന്നുവോ ആളിന് അവകാശമില്ല. നമ്മൾ എല്ലാവരും പിശാചിന്റെ അടിമകളായിരുന്നു. വി ഓൾ ബിലോങ് ടു ഡെവിൾ ആൻഡ് ദ വേൾഡ്, അല്ലേ? നമ്മൾ ലോകത്തിന് വേണ്ടി ഉള്ളവരായിരുന്നു, ലോകത്തിലായിരുന്നവരായിരുന്നു. അത് മാത്രമല്ല പിശാചിന്റെ അടിമകളായിരുന്നു, പിശാചിൻ്റെതായിരുന്നു നമ്മൾ. എന്നാൽ നമ്മുടെ കർത്താവ് അതിൽ തന്റെ രക്തത്താൽ നമ്മളെ കഴുകി വിശുദ്ധീകരിച്ച് നമ്മളെ താൻ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഇനി ആ പിശാചിന് നമ്മൾ ഇടം കൊടുക്കരുത് നമ്മുടെ ജീവിതത്തിൽ. അതായത് അതിന്റെ അർത്ഥം പറഞ്ഞാൽ, നമ്മളൊരു പ്രോപ്പർട്ടി ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി നമ്മുടേതാണ്. അതിന്റെ പഴയ ഓണർക്ക് പിന്നീട് ഒരിക്കലും അതിന്റെ മേലൊരു അവകാശവുമില്ല. എന്നാൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ, ആ പഴയ ഓണർ വന്ന് നമ്മുടെ ഒരു മുറിക്കകത്ത് താമസിക്കുക എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത് തന്നെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനും സഹിക്കാൻ പറ്റാത്തത്. അവിടുന്ന് വില കൊടുത്തിയ വാങ്ങിയ പ്രോപ്പർട്ടീസ് ആണ് നമ്മള്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുകയെന്നറിയാമോ? അതിന്റെ സൈഡിൽ പഴയ ആളിനെ കൂടെ താമസിപ്പിക്കുക. അതിന്റെ ഒരു മുറി വേറൊരാൾക്കൂടെ നമ്മൾ കൊടുത്തിരിക്കുക. ഒന്നല്ലെങ്കിൽ 2 അല്ല 3 പേർക്ക്. പിശാചിന് കൊടുക്കും, ലോകത്തിന് കൊടുക്കും, മറ്റു പലതിനും നമ്മൾ കൊടുത്തിരിക്കുക. അത് കർത്താവിന് സഹിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ സമയത്ത് നാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, കർത്താവേ, ഞാൻ അങ്ങയുടെ സ്വന്തമാണ്. ഐ ആം യുവർ പ്രോപ്പർട്ടി. യു പർച്ചേസ്ഡ് മീ. ഹിയർ ഐ ആം ലോർഡ്. ഡു എനിത്തിങ് ആൻഡ് എവറിത്തിങ് യു വാണ്ട്. അതായത് നമ്മുടെ ഭവനം നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ട്, നമ്മുടെ പ്രോപ്പർട്ടി സബ്മിറ്റ് ചെയ്തിട്ട്, നമ്മൾ ഓരോ വീടുകളൊക്കെ വാങ്ങിക്കുമ്പോൾ വീടുകൾ ഒന്നും പറയത്തില്ല, എന്നെ റിനോവേറ്റ് ചെയ്യരുത്, എന്നെ റിപ്പയർ ചെയ്യരുത്, എന്റെ ഈ പൊട്ടിക്കിടക്കുന്ന ബാത്റൂമോ അല്ലെങ്കിൽ ടോയ്ലറ്റോ അല്ലെങ്കിൽ കിച്ചണോ ഇനി അതിനെ റീഫർബിഷ് ചെയ്യരുത് എന്ന് പറയത്തില്ല. അത് സബ്മിറ്റ് ചെയ്തു തരും. എന്തിനെന്നറിയാമോ? ആ ഭവനത്തിന്, ആ പ്രോപ്പർട്ടിക്ക് അറിയാം എന്നെ ഇദ്ദേഹം ഭംഗിയാക്കി മാറ്റുമെന്ന്, മനോഹരമാക്കി മാറ്റുമെന്ന്. നമുക്കറിയത്തില്ലേ, ചില വീടുകളൊക്കെ വാങ്ങിക്കുമ്പോൾ പഴയ വീടുകളായിരിക്കാം, പക്ഷെ അതിനകത്ത് കുറച്ച് പൈസ മുടക്കി നല്ലൊരു ബിൽഡറെ വെച്ച് അതിനകത്ത് റീഫർബിഷിങ് നടത്തി ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത് ചെന്ന് നോക്കുമ്പോൾ നമ്മൾ പറയും, ഫാന്റാസ്റ്റിക് ഹോം, എത്ര മനോഹരമായിരിക്കുന്നു. നമ്മൾ പറയത്തില്ലേ, പഴയ അവസ്ഥ മാറി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ലോകം അന്താളിച്ചു പോകുക. പഴയ ആളല്ലല്ലോ ഈ വ്യക്തി. പൂർണ്ണമായ ഒരു മാറ്റം, അകത്ത് പൂർണ്ണമായ ഒരു മാറ്റം. ഈ അകത്ത് പൂർണ്ണമായ മാറ്റം വരുമ്പോൾ അത് പുറത്ത് പ്രതിഫലിക്കും ദൈവം. അപ്പൊ ഇതിന്റെ കാരണം ഇതാണ്, നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും അവിടുന്ന് അനിന്യമായി കാക്കുവാന്റെ കോണം പ്രയത്നിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നാം അവിടുത്തെ സ്വന്തമാണ്. We belong to him. He purchased us. അപ്പൊ ഇവിടെ വചനം പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കണമേ. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇനി നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഡോണ്ട് യു നോ ദാറ്റ് യു ഡോണ്ട് ബിലോങ് ടു യുവർസെൽഫ്? യു ഹാവ് ബീൻ പർച്ചേസ്ഡ് ഔട്ട്. ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ചെയ്യാൻ ഒക്കത്തില്ല. ഇനി എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് കാണാൻ പറ്റത്തില്ല, എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ സമയം ചിലവഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇഷ്ടമുള്ളവരെ ഇതിനകത്ത് വിളിച്ചു കയറ്റി താമസിപ്പിക്കാൻ ഒക്കത്തില്ല. കാരണം ഞാൻ തന്നെ അംഗീകരിക്കുന്നു,
എന്നെ ഒരുവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഞാൻ ഒരുവന്റെ സ്വന്തമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിൽ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്: എന്റേതല്ല ഞാൻ എന്റെ കർത്താവിന്റെ വകയാണ്, ഞാൻ എന്റെ യേശുവിന്റെ വകയാ. ആ പൂർണ്ണ ബോധ്യം എന്നിലേക്ക് വരുമ്പോൾ എന്നെ സൂക്ഷിക്കുന്നത് അവിടുന്നാണ്. ശത്രു നോക്കാതെ വണ്ണം, ശത്രു തൊടാതെ വണ്ണം ഇതിനെ റിപ്പയർ ചെയ്ത്, ഇതിനകം മുഴുവനും ക്ലീൻ ചെയ്ത്, ഹല്ലേലൂയ. ഒരു പ്രോപ്പർട്ടി നമ്മൾ എത്രമാത്രം ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുവോ അതുപോലെ അവിടുത്തെ പ്രോപ്പർട്ടി ആകുന്ന, അവിടുത്തെ വസ്തുവാകുന്ന നമ്മളെ അവിടുന്ന് ഭംഗിയായിട്ട് തന്റെ പ്രത്യക്ഷതയിൽ സൂക്ഷിക്കുമെന്നാണ് ഒന്ന് തെസ്സലോനിക്കർ 5:23 നമ്മൾ വായിച്ചത്. അവിടുത്തെ പ്രത്യക്ഷതയിൽ അനന്യമായി നമ്മളെ സൂക്ഷിക്കും. അടുത്ത വാക്യം വായിച്ച് ഇങ്ങനെയായിരുന്നു: നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. നിങ്ങളൊന്നും ഭാരപ്പെടണ്ട. അവിടുത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവിടുന്ന് നമ്മളെ ആക്കി തീർക്കും. പ്രൈസ് ഗോഡ്. അപ്പൊ ഇന്നത്തെ രാത്രി നമ്മൾ മുന്നോട്ട് പഠിക്കുന്നത് ദൈവമായ കർത്താവ്, സർവശക്തനായവൻ ഈ 3 തലങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. എന്റെ ആത്മാവിൽ അവിടുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്റെ ദേഹിയിൽ അല്ലെങ്കിൽ പ്രാണനിൽ അവിടുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ദേഹത്തിൽ അവിടുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ മുന്നോട്ടുള്ള സമയം നമ്മളൊന്ന് പഠിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറയുന്നത്. He breathed breath of life into his nostrils and man became a living soul. അങ്ങനെ എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ 1-ാം അധ്യായത്തിന്റെ അവസാന പകുതി കഴിഞ്ഞ് ഇങ്ങോട്ട് താഴേക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒത്തിരി സൃഷ്ടികൾ ദൈവം നടത്തുന്നുണ്ട്. ജീവജാലങ്ങളെ ദൈവം സൃഷ്ടിക്കുന്നുണ്ട്. ആകാശത്തിലെ പറവകളെ, വെള്ളത്തിലെ മത്സ്യങ്ങളെ ഒക്കെ കർത്താവ് സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നിലും കർത്താവ് തന്റെ ജീവശ്വാസത്തെ ഊതിയതായിട്ട് പറയുന്നില്ല. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളിലും മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ. ആത്മാവെന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഉള്ളൂ. Only man, out of every species on the face of the earth, only human race, they have the Spirit of God. They have the Spirit in them, a human spirit. Spirit, soul and body. These 3 aspects, these 3 spheres, areas, only man has it. Because of one reason. How is it evident? Because of one reason, that is Genesis chapter 2 verse 7. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന്റെ മൂക്കിലേക്ക് തന്റെ ശ്വാസത്തെ ഊതിക്കയറ്റി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറ്റൊരു ജീവജാലങ്ങളിലും ദൈവം ആ പ്രവൃത്തി ചെയ്തു. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണമേ, നമ്മൾ 3 തല, നമ്മൾ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. മൃഗത്തെ പോലെ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല മനുഷ്യർ. പ്രൈസ് ദി ലോർഡ്. We are much better than animals. And we should be better than animals. Hallelujah. മൃഗങ്ങളെക്കാൾ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. മൃഗങ്ങളുടെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. മൃഗങ്ങളുടെ ചിന്തകൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. മൃഗത്തിന്റെ നോട്ടം എപ്പോഴും താഴേക്കാണ്. അല്ലെങ്കിൽ താഴെ നിന്ന് എനിക്ക് എന്ത് കിട്ടും നോക്കിയാൽ എല്ലാ മൃഗങ്ങളും താഴോട്ട് നോക്കിയാൽ നടക്കുന്നത്. ഒരിക്കലും ഒരു മൃഗത്തിനും അതിന്റെ നെക്ക് മുകളിലേക്ക് വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, മുകളിലേക്ക് ഉയർത്താൻ പറ്റും, ബട്ട് സ്ട്രൈറ്റ് അവേ 180 ഡിഗ്രി മുകളിലോട്ട് മുഖം വെക്കുവാൻ, മുഖത്തേക്ക് കണ്ണു മുകളിലോട്ട് ഇങ്ങനെ വെച്ച് നോക്കുവാൻ ഒരു പക്ഷേ മൃഗത്തിന് കഴിയത്തില്ല. കാരണം അത് നമ്മളെ പഠിപ്പിക്കുന്നത് ആനിമൽസ് ആർ എർത്ത് ബൗണ്ട്. ആനിമൽസ് ആർ എർത്ത് ബൗണ്ട്. ആനിമൽസ് എന്ന് പറയുന്നത് എർത്ത് ബൗണ്ട് ആണ്, ഭൗമികമാണ്, ഭൂമിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ, ഈ ഭൂമിയിൽ ഉണ്ടായി ഭൂമിയിൽ നശിച്ചു പോകുന്നവരാണ്. എന്നാൽ മാൻ ഈസ് എക്സ്പെക്ടഡ് ടു ബി ഹെവൻ ബൗണ്ട്. കാരണം എന്തെന്നറിയാമോ? എക്ലേസിയാസ്റ്റിക്സ് സഭാപ്രസംഗി 12:7 ഇങ്ങനെ ഒരു വാക്യം പറയുന്നു: മനുഷ്യൻ പൊടിയായിരുന്ന, വചനത്തിൽ എഴുതിയിരിക്കുന്നത്, പൊടി പണ്ട് ആയിരുന്നത് പോലെ അവൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു, ആത്മാവ് അതിന് നൽകിയ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവന്റെ ശരീരം പൊടിയിലേക്ക് മടങ്ങിച്ചേരും, എന്നാൽ ആത്മാവ് അതിന് നൽകിയ ദൈവത്തിങ്കിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ആരുടെ ശ്വാസമാണ് നമ്മളിൽ ഉള്ളത്? ആരുടെ ആത്മാവാണ് നമ്മളിലേക്ക് പകർന്നത്? ദൈവത്തിൻ്റെത്. അപ്പൊ ആത്മാവ് മടങ്ങി ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇന്നത്തെ രാത്രി കേൾക്കണം, ഈ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചില കാര്യങ്ങൾ നാം പഠിച്ചു വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ല. എസ്പെഷ്യലി മൈ ചിൽഡ്രൻ, യു മസ്റ്റ് നോ ഹൗ ദിസ് ഈസ് സ്ട്രക്ചേർഡ് ഇൻ എ ഹ്യൂമൻ ലൈഫ്.
എങ്ങനെയാണ് ദി സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി ആർ സ്ട്രക്ചേർഡ് ഇൻ എ ഹ്യൂമൻ ലൈഫ്. വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണമേ. മിഡിലിൽ വരുന്നത് എപ്പോഴും സോൾ ആയിരിക്കും. ഔട്ടർ സൈഡ്, ഔട്ടർ ഷെൽ ഈസ് ബോഡി, ആൻഡ് ഇൻസൈഡ്, ഡീപ്പ് ഇൻ ദി ഇൻസൈഡ് ഈസ് സ്പിരിറ്റ്. അതായത് വെളിയില് ശരീരം, അത് കഴിഞ്ഞിട്ട് ദേഹി, അത് കഴിഞ്ഞിട്ട് ആത്മാവ്. അപ്പൊ നമ്മളൊരു വട്ടം വരയ്ക്കുകയാണെങ്കിൽ, ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഔട്ടർ സർക്കിൾ എന്ന് പറയുന്നത് ബോഡി, അതിനകത്തൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സോൾ. Then again inside another small circle, third circle, that is a spirit. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഔട്ടർ ബോഡി ഈസ്, ഔട്ടർ ഷെൽ ഈസ് ബോഡി, പുറത്തു കാണുന്നത് ദേഹം, അതിനകത്ത് ദേഹി, പിന്നെയും അതിനകത്ത് ആത്മാവ് വരും. ഒരു സത്യം മനസ്സിലാക്കേണ്ടത്, ഈ ദേഹി എന്ന് പറയുന്നതുണ്ടല്ലോ, ആത്മാവ് എന്ന് പറയുന്നത്, ദേഹി എന്ന് പറയുന്നുണ്ടല്ലോ, പ്രാണൻ, ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ് ഓൾ ദ ടൈം. അതിന് എക്സിസ്റ്റൻസ് ഇല്ല. വിത്തൗട്ട് എ കൺട്രോൾ എക്സിസ്റ്റൻസ് ഇല്ല. എപ്പോഴും നിയന്ത്രണാതീതമാണ് ഈ ദേഹി എന്ന് പറയുന്നത്. ദേഹി എന്ന് പറയുന്നതിനകത്ത്, സോളിനകത്ത് വരുന്നത് നമ്മുടെ ഇന്റലിജൻസ് വരും, നമ്മുടെ റീസണിങ്സ് വരും, പിന്നെ നമ്മുടെ വൊല്യൂഷൻ വരും, അതുപോലെ നമ്മുടെ സെന്റിമെന്റ്സ് എല്ലാം അതിനകത്ത് വരും, നമ്മുടെ മൈൻഡ്. ഓൾ ദീസ് തിങ്സ് ബിലോങ് ടു സോൾ. നമ്മുടെ സോളിനകത്ത് വരുന്ന കാര്യമാണ് നമ്മുടെ ഇന്റലിജൻസ് വരുന്നത്, നമ്മുടെ കാര്യകാരണങ്ങൾ വരുന്നത്, നമ്മുടെ മനസ്സ് വരുന്നത്, അതുപോലെ നമ്മുടെ യുക്തി ചിന്തകൾ വരുന്നത്, പിന്നെ അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം വരുന്നത് ദേഹിക്കകത്താണ് വരുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ ഈ ദേഹി എന്ന് പറയുന്നത് എപ്പോഴും നിയന്ത്രണാതീതമായിരിക്കും. നിയന്ത്രണത്തിന് കീഴ്പ്പെട്ടിരിക്കണം എപ്പോഴും. ഒന്നുകിൽ ഈ സോളിനെ ആത്മാവ് നിയന്ത്രിക്കണം. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഒന്നുകിൽ ഈ സോളിനെ ആത്മാവ് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഈ സോളിനെ ശരീരം നിയന്ത്രിക്കണം. Either the soul must be controlled by the spirit or it should be controlled by the flesh. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഇന്നത്തെ രാത്രി ചില ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുക. ഒന്നുകിൽ ഈ സോള് must be controlled by the spirit or it should be controlled by the body. കാരണം soul is in the middle of this thing. When God created us, what was the initial plan of God? Soul must be controlled by the spirit. ദേഹിയെ ആത്മാവ് കൺട്രോൾ ചെയ്യണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഹിതം. ദൈവത്തിന്റെ ഇഷ്ടം ആത്മാവ് ദേഹിയെ നയിക്കണമെന്നുള്ളതായിരിക്കും. ആത്മാവ് ദേഹിയോട് പറയണം എന്തോ ചെയ്യണമെന്നുള്ളത്. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണമേ. ആത്മാവ് ദേഹിയോട് പറയണം എന്ത് ചെയ്യണമെന്നുള്ളത്. അതായിരുന്നു ഇനിഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. എന്നാൽ എന്തു പറ്റിയെന്നറിയാമോ? ബിക്കോസ് ഓഫ് സിൻ അവർ സ്പിരിറ്റ് ഈസ് ഡെഡ്. ബിക്കോസ് ഓഫ് സിൻ അവർ സ്പിരിറ്റ് വാസ് ഡെഡ്. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, പാപത്തിലായി കഴിഞ്ഞപ്പോൾ ആത്മാവ് മരിച്ചുപോയി. ആത്മാവില്ലാതെയായി പോയി. ദൈവത്തിന്റെ വചനത്തിൽ എവിടെയാ കിടക്കുന്നത് ആത്മാവ് മരിച്ചുപോയെന്ന്? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എങ്ങനെ മരിച്ചു? ആത്മാവ് അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ബിക്കോസ് ഓഫ് സിൻ. ആ വാക്യം ഒന്ന് വായിച്ച ഇംഗ്ലീഷിൽ കുഞ്ഞുങ്ങൾ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി. 2-ാം അധ്യായത്തിലെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലെ 1-ാം വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ആൻഡ് യു ഹാസ് ഹി ക്വിക്കൻഡ് ഹു വേർ ഡെഡ് ഇൻ, അവിടെ വായിച്ചു നോക്കിയേ, ഇൻ ട്രെസ്പാസസ് ആൻഡ് സിൻസ്. സോ യുവർ സ്പിരിറ്റ് വാസ് ഡെഡ് and God quickened you. That means the spirit has regenerated you. അപ്പൊ മനസ്സിലാക്കണമേ. അപ്പൊ ആത്മാവ് മരിച്ചുപോയി പാപത്താൽ. അല്ലെങ്കിൽ ആത്മാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി സോളിനെ ആര് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയെന്ന് അറിയാമോ? ഫ്ലഷ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ പാപികളായി മാറിയത്. മനസ്സിലായോ? അങ്ങനെയാണ് ലോകം മുഴുവനും പാപത്തിലേക്ക് പോയത്. ആത്മീയമായി ഡെഡായി പോയി. സ്പിരിച്വലി we were dead. So our soul was controlled by our flesh. So soul would listen what the flesh is saying. ബൈബിളിൽ എവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ സോളിന്, ഫ്ലഷിന് സോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്? ദൈവവചനത്തിൽ പലയിടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ
4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, 4 to 7. ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. What does it show? We can be led either by the flesh or by the spirit. ഒന്നുകിൽ നമുക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കാം, അല്ലെങ്കിൽ നമുക്ക് ജഡത്തെ അനുസരിച്ച് നടക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ നിയന്ത്രിക്കുന്നത് എന്തുവാ? നമ്മുടെ മനസ്സാ, അല്ലേ? നമ്മൾ ഇവിടെ ഇരുന്നാൽ മതി, നമ്മൾ ഇവിടെ എല്ലാം ലോകത്തിൽ ഇവിടെ എല്ലാം പോകും. നമ്മൾ നാളെ എന്തുവാ ചെയ്യുന്നത് എന്നുള്ളത് ആരാദ്യം തീരുമാനിക്കുന്നത്? നമ്മുടെ മനസ്സിലാ തീരുമാനിക്കുന്നത്, അല്ലേ? നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നാളെ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? എവിടെ ജോലി ചെയ്യണം, എവിടെ പോകണം, എവിടെ എന്ത് വാങ്ങിക്കണം, എന്ത് കഴിക്കണം, എപ്പോൾ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുകയാണ്, അല്ലേ? ഒന്ന് മനസ്സിലാക്കിക്കോണേ, നമ്മള് ആ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ പരിശുദ്ധത്വം എഴുതിയിരിക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ആരെന്നറിയാം? നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നുവോ അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ജഡമായിരിക്കരുത്. കാരണം ജഡം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ ജഡം പറയുന്നത് പോലെ നിങ്ങൾ ജീവിക്കും. എന്നാൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ ആത്മാവ് പറയുന്നത് പോലെ നിങ്ങൾ ജീവിക്കും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്. ഇവിടെ എഴുതിക്കുന്നത് നോക്കിയേ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 4 മുതൽ വീണ്ടുമുള്ള വാക്യങ്ങൾ. ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ജഡത്തെ അല്ല, നമ്മൾ ആത്മാവിനെയാണ് അനുസരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മാവ് റീജനറേറ്റഡ് ആയി. പണ്ട് നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരായിരുന്നു, എന്നാൽ നമ്മുടെ ജഡത്തെ അവിടുന്ന് ക്വിക്കൻ ചെയ്തു. ഈ റൈസ്ഡ് അപ്പ്. അതാ നമ്മള് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. When we are born again, we have been regenerated. We were dead in our trespasses and sins, but because of the power of the Holy Spirit, when we accepted Jesus Christ as our Savior and Lord, the Holy Spirit of God regenerated our spirit. So our spirit became live. Now our mind and our soul is under the control of the Spirit. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇനി ജഡത്തെ അനുസരിച്ച് നടക്കുന്നത്, പിന്നെയോ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത്. അപ്പൊ മനസ്സിലായി ഞാൻ ഈ പറഞ്ഞത്? So we are controlled by our spirit, not our flesh. Another വേറൊരു വാക്യം ഒന്ന് എടുത്തു നോക്കിയേ. ഈ വാക്യങ്ങളൊന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് ഓരോന്നും സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അടുത്തൊരു വാക്യത്തിലേക്ക് ഒന്ന് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ. ഗലാത്യ ലേഖനത്തിൽ ഞാൻ ഈ വാക്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. ഗലാത്യ ലേഖനത്തിലേക്ക് വന്നാൽ 5-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ നോക്കിയേ. Galatians, book of Galatians, chapter 5, verse 16 and 17. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ നമ്മളോട് പറയുകയാണ്, നമ്മുടെ മനസ്സിനെ ആത്മാവിന്റെ കൺട്രോളിൽ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. So soul must be controlled by someone. Soul must be controlled by a master. That master can either be the spirit or the flesh. അപ്പൊ ഇവിടെ പറയുകയാണ്, ആത്മാവിനെ നിങ്ങൾ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറയുന്നത്. കാരണം എന്തെന്നറിയാമോ? ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിനെ കീഴ്പ്പെടണം. ആത്മാവിനെ കീഴ്പ്പെടുമ്പോൾ ആത്മാവ് ജഡത്തിന്റെ ഇഷ്ടത്തിന് എതിരെയായിരിക്കും. അതാ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നമുക്കൊരു ക്ലെൻസിങ് ഈ 3 തലങ്ങളിലും വേണം. ഹല്ലേലൂയ. ആത്മാവിനൊരു ക്ലെൻസിങ് വേണം, അതുപോലെ ദേഹിയിൽ ഒരു ക്ലെൻസിങ് വേണം, അതുപോലെ ദേഹത്തിൽ ഒരു ക്ലെൻസിങ് വേണം. ഈ 3 തലത്തിലും കർത്താവിന്റെ പ്രവൃത്തി നടന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്തെങ്കിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ തിന്മയാ ചെയ്യുന്നത്. ശരിക്കും ശ്രദ്ധിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹം ആരുടെയാ? ജഡത്തിൻ്റെതല്ല, മനസ്സിൻ്റെതല്ല, ആത്മാവിന്റെ ആഗ്രഹമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. പണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കില്ലായിരുന്നു. കാരണം അവർ സ്പിരിറ്റ് വാസ് ഡെഡ്. അക്കോർഡിംഗ് ടു Ephesians 2:1,
എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യപ്രകാരം അന്ന് നമ്മൾ മരിച്ചവരായിരുന്നു. ആത്മാവിൽ മരിച്ചത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരാഗ്രഹവുമില്ല. പിന്നെ അപ്പനെയും അമ്മയും ഒക്കെ പേടിച്ച് എവിടെങ്കിലും പോയിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. പക്ഷെ അവർക്കും പ്രാർത്ഥിക്കണമെന്ന് വലിയ ആഗ്രഹമില്ല. ഒരു പക്ഷേ ദൈവത്തെ പേടിച്ചായിരിക്കും അവർ പ്രാർത്ഥിച്ചത്. ഐ ഡോണ്ട് നോ. പക്ഷെ ഒന്നെനിക്കറിയാം, എനിക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ല. എന്നാൽ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, എന്റെ ആത്മാവ് റീജനറേറ്റഡ് ആയപ്പോൾ, വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവം എന്നെ ആത്മാവിൽ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? പ്രാർത്ഥിക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായി. അപ്പൊ ദൈവമക്കളെ, നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതൊന്നും ചെയ്യരുത്. ഈ ലോകത്തിലേക്ക് ഈ മണ്ണ് പൊടിയിൽ നിന്ന് എടുത്തതായതുകൊണ്ട് ഈ പൊടിയെ കുറിച്ചുള്ളത് മാത്രമേ ഉള്ളൂ ഈ ജഡത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹം. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ നാം ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നല്ല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല ചെയ്യാൻ പറ്റുന്നില്ല. ദൈവവചനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? Because our spirit is active, but our flesh is more active than the spirit. So this dehi undallo, soul is in between this wrestle, because flesh is more powerful than the spirit. So flesh is trying to control the soul. അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടക്കാതെ വരുന്നു. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എന്താ ഒരു നല്ല കാര്യം എന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസിന് ഇതേ പ്രോബ്ലം ഉണ്ടായിരുന്നു. ബിക്കോസ് ഹി വാസ് എ മാൻ ഹിംസെൽഫ്. റോമൻസ് ചാപ്റ്റർ 7 റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ തന്റെ സാക്ഷ്യം പറയുന്നുണ്ട്. തനിക്ക് നല്ലത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നല്ലത് ചെയ്യാൻ പറ്റുന്നില്ല. തനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ദൈവത്തോടു കൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവത്തോടുകൂടെ ആയിരിക്കാൻ പറ്റുന്നില്ല. കാരണം തന്റെ ബുദ്ധിക്കെതിരെ ഉള്ള ഒരു പ്രമാണത്തെ താൻ തന്നിൽ കാണുന്നു. കാരണം തന്റെ ആഗ്രഹത്തിനെതിരെ നിൽക്കുന്ന ഒരു ശക്തി തന്റെ ശരീരത്തിൽ താൻ കാണുന്നു, ഒരു പാപത്തിന്റെ ശക്തി. ഒരു കാര്യം ചിന്തിക്കണമേ, ആ പാപത്തിന്റെ ശക്തി തന്നിൽ ഉള്ളത് കൊണ്ട്, ജഡത്തിന്റെ ശക്തി തന്നിൽ ഉള്ളത് കൊണ്ട് താനൊരു തീരുമാനമെടുത്തു. എന്താണെന്നറിയാമോ? എന്റെ ഫ്ലഷിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്റെ സോളിന് ശക്തി കൊടുക്കണം. എന്റെ മൈ സോൾ മസ്റ്റ് ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി സ്പിരിറ്റ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുക എത്രയോ ചെയ്യുന്നത്. ഒരു നിമിഷം ആ വാക്യത്തിലേക്ക് പോയി. 1 Corinthians chapter 9 verse 27, my favorite verse. 1 Corinthians 9:27. 1 കൊരിന്ത്യർ 9:27. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്. So there is all possibility that I myself may become a castaway. I myself may become disqualified. Who is speaking this? പൗലോസ് പറയുകയാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ പൗലോസ്, ശക്തനായ അപ്പോസ്തലൻ പറയുകയാണ്, മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം, ഇത്രയുമൊക്കെ സഭ സ്ഥാപിച്ചതിന് ശേഷം, ഇത്രയുമൊക്കെ വചനം എഴുതുവാൻ കർത്താവിനെ ഉപയോഗിച്ചതിന് ശേഷം, യേശു കർത്താവിനെ മുഖാമുഖം കണ്ടതിന് ശേഷം, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടതുപോലെ അറബിൽ പോയി അവിടെ കർത്താവിനോട് വസിച്ചിട്ട് കർത്താവിൽ നിന്ന് റെവലേഷൻ പ്രാപിച്ചതിന് ശേഷം 3-ാം സ്വർഗത്തോളം പോയി അമാനുഷികമായ കാഴ്ചകളെ അറിഞ്ഞതിന് ശേഷം, still there is all possibility that I can fall away. ഇത്രയൊക്കെ സംഭവിച്ച ഞാൻ ഒരുപക്ഷെ വീണുപോയേക്കാം. ദൈവമക്കളെ, ഈ പറഞ്ഞ അപ്പോസ്തലൻ വീണുപോയേക്കാമെന്ന് പറയുന്നെങ്കിൽ നമ്മൾ ആരാ വീഴത്തില്ലെന്ന് പറയാൻ? നമ്മൾ ആരാ പാപത്തെ ലാഘവത്തോടെ എടുക്കാൻ? നമ്മൾ ആരാ നമുക്ക് തോന്നുന്ന രീതിയിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കാൻ? ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം. നിങ്ങൾ ആ എക്സ്പ്രഷൻ ഒന്ന് നോക്കിക്കേ. നമ്മൾ ഒരിക്കലും വചനം ഓടിച്ചു വിടരുത്. ഓരോ വാക്യത്തിനും അർത്ഥങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ്, the spirit of God has hidden spiritual treasures in every words there. അവിടെ നോക്കിക്കേ, മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്. ഇപ്പൊ കൊള്ളരുതാത്തവനാണെന്നല്ല പറഞ്ഞത്. ഒരു പക്ഷേ ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ പോയേക്കാം. പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്ര ചെയ്തു. ദണ്ഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ?
കല്ലെടുത്ത് വെച്ച് ഇടിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ചെയ്തിരുന്ന മങ്സ് ഉണ്ടായിരുന്നു, മിഷണറിമാരല്ല, അങ്ങനെ ചെയ്തിരുന്ന സന്യാസികൾ ഉണ്ടായിരുന്നു. എന്തോന്നറിയാമോ? അവർ ശരീരങ്ങളെ മുറിക്കുമായിരുന്നു, ശരീരത്തെ ഉപദ്രവിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രമല്ല, അവർക്ക് മറ്റ് ജഡമോഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം അവരവരുടെ ഓർഗൻസ് കട്ട് ചെയ്ത് കളയുമായിരുന്നു. അങ്ങനെയുള്ളവരുണ്ട്, കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ. ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത ചിന്തകൾ അവരുടെ മനസ്സിൽ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം അവരവരുടെ ഓർഗൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയുമായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരീരത്തെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കിയേ. But I keep under my body and bring it into subjection. Subjection of what? Subjection of my spirit. I bring it under the subjection, lest. Lest means otherwise. L-E-S-T, lest. Otherwise, that by any means, when I have preached it to others, I myself should be a castaway. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതിനെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. നമ്മൾ ശരീരത്തെ എത്ര തൊട്ട് ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും പിന്നെ മോഹിക്കത്തില്ലയോ? മോഹിക്കും, തീർച്ചയായിട്ടും മോഹിക്കും, അല്ലേ? കണ്ണുള്ളിടത്തോളം കാലം കണ്ണിന്റെ മേൽ നിയന്ത്രണമില്ലാത്ത വ്യക്തിയാണ് കാണുന്നതെല്ലാം കാണും. നമ്മുടെ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് കുട്ടിയെന്ന് പറഞ്ഞാലും അവിടെ കിടന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ആഗ്രഹിക്കും, ചിന്തിക്കും. അപ്പൊ മാറ്റം അകത്ത് വന്നില്ലെങ്കിൽ our flesh will do everything it likes. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഈ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അടിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അടിമ ആഗ്രഹിക്കുന്നതൊക്കെ ഉടമ കൊടുക്കണമെന്നില്ല. Slave may desire for so many things, the master won't supply it. അടിമയാക്കുക എന്ന് പറഞ്ഞാൽ, എന്റെ ശരീരത്തെ അടിമയാക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ ഫ്രീഡത്തിന് ഞാൻ വിടത്തില്ലെന്ന്. എന്റെ ശരീരം കാണണമെന്ന് ആഗ്രഹിക്കുന്നത് കാണാൻ ഞാൻ കൊടുക്കത്തില്ല. എന്റെ ശരീരം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സംസാരിക്കാൻ ഞാൻ കൊടുക്കത്തില്ല. കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കേൾക്കാൻ ഞാൻ കൊടുക്കത്തില്ല. അതാണ് ബ്രിങ്ങിങ് അണ്ടർ സബ്ജക്ഷൻ, ബ്രിങ്ങിങ് അണ്ടർ മൈ കൺട്രോൾ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? അവരുടെ ഇഷ്ടത്തിന് നമ്മൾ അവരെ വിടത്തില്ല. അതാണ് ബ്രിങ്ങിങ്, ഡിസിപ്ലിനിങ്, ബ്രിങ്ങിങ് അണ്ടർ കൺട്രോൾ. നമ്മൾ കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെടുത്തിട്ട് തല്ലുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വിടത്തില്ല. അപ്പൊ അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയ, I am disciplining my body into subjection, under my subjection, my spirit subjection, because I myself may become a castaway. എന്റെ ശരീരം ആവശ്യമില്ലാത്തത് മോഹിച്ചു പോയേക്കാം, ആവശ്യമില്ലാത്തത് ആഗ്രഹിച്ചു പോയേക്കാം. ഹല്ലേലൂയ. എന്റെ ശരീരം എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ജഡം പാപം കൊണ്ടുവന്നേക്കാം. അങ്ങനെ എന്റെ കോളിംഗ് എനിക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. പ്രസംഗം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കും, പക്ഷെ അവിടെ എത്തുമ്പോ കാര്യം നടക്കാതെ വരും. ഇതിൽ നിന്ന് എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്തോന്നറിയാമോ? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തോന്നറിയാമോ? There is no difference between a person who is born again yesterday and between Paul before God. ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്നലെ ബോൺ അഗെയിൻ ആയിരിക്കുന്ന ഒരു ബിലീവറും ഇത്ര ശക്തനായ അപ്പോസ്തലനായ പൗലോസും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പൗലോസ് തോറ്റുപോയാൽ പൗലോസ് നരകത്തിലെത്തും. നിങ്ങളും ഞാനും തോറ്റുപോയാൽ നമ്മൾ നരകത്തിലെത്തും. There is no difference. ഹല്ലേലൂയ. എത്ര വലിയൊരു കംഫർട്ടാണ് നമുക്ക് തരുന്നതെന്നറിയാം. കാരണം നമ്മുടെ കർത്താവിന് മുഖപക്ഷമില്ല. വചനം പറയുന്നു, God is impartial. He is no respecter of person. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? പൗലോസിലൂടെ ചെയ്തെടുത്തത് പൗലോസ് അല്ല, ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ ആത്മാവ് അവനെ ഉപയോഗിച്ചത്. He had nothing to boast about. So am I, so am you. നമുക്ക് ആർക്കും ഒന്നും ബോസ്റ്റ് ചെയ്യാനില്ല. അപ്പൊ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശരീരത്തെ നിയന്ത്രിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ചാടിക്കൊരു ശരീരത്തെ പിടിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ദേഹിയിലെത്തണം, ദേഹിയിലൂടെ ബോഡിയിലാവണം. മനസ്സിലായല്ലോ? കാരണം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ മാത്രമേ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റൂ. ദേഹിയെ നിയന്ത്രിച്ചാൽ മാത്രമേ ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റൂ. കാരണം നമ്മുടെ മനസ്സ് പറയുന്നതാണ് നമ്മുടെ ശരീരം ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എവിടെ പോകണം? ഓടി. ഇപ്പൊ രാവിലെ ഞാൻ അങ്ങോട്ട് എഴുന്നേലോട്ട് ഓടിപ്പോവല്ല, ഞാൻ പല കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാ ചെയ്യുന്നതല്ലേ. അപ്പൊ ആ ശരീരം അത് ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ഈ മനസ്സിനെ ഞാൻ ആത്മാവിന്റെ കീഴിൽ കൊണ്ടുവരണം. അതാണ് മുമ്പേ നമ്മൾ വായിച്ച റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെ ഉള്ളത്.
ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ജഡത്തെ അനുസരിച്ച് നടക്കാതെ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. ഒരു ടെംപ്റ്റേഷൻ നമുക്ക് ജീവിതത്തിലേക്ക് വരുമ്പോൾ ടെംപ്റ്റഡ് ആകുന്നത് എവിടെയാ? മൈൻഡിലാണ് നമ്മൾ ടെംപ്റ്റഡ് ആകുന്നത്. മൈൻഡിൽ ടെംപ്റ്റഡ് ആകുമ്പോൾ ആ ടെംപ്റ്റേഷനെ നമ്മൾ കീഴ്പ്പെട്ടു പോകുമ്പോഴാണ് ജഡത്തെ അതിലേക്ക് മനസ്സ് നയിക്കുന്നത്. ടെംപ്റ്റേഷനെ കുറിച്ച് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മോഹങ്ങളാൽ നമ്മളെന്തോ ആരുടെ മോഹം ഗർഭം ധരിച്ച ആരുടെ പാപത്തെ പ്രസവിക്കുന്നു, അല്ലേ? അവിടെ എഴുതിയിരിക്കുന്നു, അവിടെ മോഹിക്കപ്പെടുകയാ ചെയ്യുന്നത്. നമ്മുടെ ജഡത്തിൽ ആ മോഹം വരുന്നത് നമ്മുടെ മനസ്സിലേക്കാണ് മോഹം വരുന്നത്. മനസ്സിലേക്ക് മോഹം വരുന്നത് എവിടുന്ന? അരുതാത്തത് കാണുമ്പോൾ, അരുതാത്തത് കേൾക്കുമ്പോൾ, അരുതാത്തത് ചിന്തിക്കുമ്പോൾ മോഹം മനസ്സിലേക്ക് വരും. ആ മോഹം ശരീരത്തിൽ പാപമായിട്ട് തീരും. അപ്പോൾ നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ഒത്തിരി അൺബിബ്ലിക്കൽ ആയിട്ടുള്ള ഒത്തിരി തോട്ട്സ് ഉണ്ട്. യോഗ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. It has nothing to do with this. You would be able to, reform you. That means മറ്റു വെളിയിൽ കാണിച്ചുകൊണ്ടിരുന്നതൊക്കെ കാണിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അതിനെ സപ്രസ് ചെയ്യുവാൻ കൊണ്ട് നമുക്ക് പറ്റും. അതാ ഈ യോഗയൊക്കെ ചെയ്യുന്നത്. കാരണം സപ്രസ് ചെയ്യാൻ പഠിപ്പിക്കുക. പക്ഷെ സപ്രസ് അല്ല അത്. That is not eternal. That is not permanent. One day it will come out. അതിനേക്കാൾ എത്രയോ നല്ലതാ റൂട്ട് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു ആഗ്രഹമേ നമ്മൾ നിന്ന് മാറ്റുക. അത് പരിശുദ്ധാത്മാവ് റീജനറേഷൻ പവറിലൂടെ നമുക്ക് തരത്തുള്ളൂ. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് നാം പാപത്തിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനായി ഹല്ലേലൂയ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ ആത്മാവിൽ എന്നെ ബലപ്പെടുത്തിക്കണം, എന്റെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ, അതിൽ എന്റെ ദേഹിയെ നിയന്ത്രിപ്പാൻ എന്നെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവേ. കർത്താവിന്റെ സന്നിധിയിലേക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായത്തിനായിട്ട് എത്തും. കാരണം വി ആർ ഹിസ് പ്രോപ്പർട്ടി. നമ്മളെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നമുക്ക് കൃപ തരും. ആ കൃപ നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? Listen to me, my brother, my sister. I am telling you a secret now. When the grace of God is coming into our life, where is it going? It is coming and empowering our spirit so that our spirit becomes more powerful than the flesh. When spirit becomes more powerful, spirit will be able to control our mind, our soul. കാരണം അവിടെ കഴിവില്ലാതെ വരുമ്പോഴാണ് ഫ്ലഷ് കയറി ആധിപത്യം സ്ഥാപിക്കുന്നത്. അവിടെ കൃപ വരുമ്പോൾ കൃപ നമ്മുടെ ആത്മാവിനോട് കൂടെയാ വരുന്നത്. കാരണം ആത്മാവാ ദൈവത്തിൽ നിന്നുള്ളത്. കൃപ വന്ന് ആത്മാവിനെ ബലപ്പെടുത്തിക്കുക, ശക്തീകരിച്ചിട്ട് ലിഫ്റ്റപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ജഡത്തിന്റെ മേൽ അധികാരം നമുക്ക് തരിക. ത്രൂ ദി സോൾ. മനസ്സിലൂടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവരുടെ സ്തോത്രം ആത്മാവ് ആധിപത്യം എടുക്കുക. അതിനാണ് നമുക്ക് ദൈവകൃപ ആവശ്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നാളുകളിൽ ഹല്ലേലൂയ നാം പലയിടത്തും തോറ്റുപോകുന്നുവെങ്കിൽ, നമ്മുടെ ജഡത്തിൽ നാം തോറ്റുപോകുന്നെങ്കിൽ നാം കർത്താവിനോട് കൃപയ്ക്കായി യാചിക്കണം. കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ മാറ്റങ്ങൾ അങ്ങനെയാണ്. ഞാൻ കർത്താവിന്റെ സ്ഥാനത്ത് നെടുമ്പാട് വീണ് കരയും. ഹല്ലേലൂയ കർത്താവെ, പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് തരാനല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, എനിക്ക് കൃപ തരണമേ. എന്റെ ശരീരത്തിന്റെ മേൽ, എന്റെ ജഡത്തിന്റെ ആഗ്രഹത്തിന്റെ മേൽ ജയമെടുക്കുവാനുള്ള കൃപ തരണമേ. അതിനെ ഇല്ലാതാക്കുവാനുള്ള കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ എന്റെ കർത്താവിന്റെ കൃപ എന്റെ ആത്മാവിന്റെ മേൽ വന്ന് എന്റെ ആത്മാവിനെ ശക്തീകരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്റെ ആത്മാവിനെ ശക്തീകരിക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? സോൾ വിൽ ബി കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ്, നോട്ട് ബൈ ദ ഫ്ലഷ്. ഹല്ലേലൂയ സ്തോത്രം. അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നോക്കിയേ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നാം സ്പിരിറ്റ്, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡിയെ കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റിൽ വി ആർ സ്പീക്കിംഗ് അബൌട്ട് സ്പിരിറ്റ്. എന്തിനാണെന്നറിയാമോ സ്പിരിറ്റിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഓൺ ദ ഫൈനൽ ഡേ our spirit will be judged, not our flesh. കാരണം എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലഷ്, നമ്മുടെ സ്പിരിറ്റിനെ കർത്താവ് റീജനറേറ്റ് ചെയ്തു. എന്തിനെന്നറിയാമോ? ദൈവമഹത്വം നമ്മളിൽ വെളിപ്പെട്ട് നാം കർത്താവിൽ വിശുദ്ധ മന്ദിരമായി ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നാം ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കാതെ വണ്ണം അല്ലെങ്കിൽ നാം നമ്മെ തന്നെ സൂക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടു നടക്കേണ്ട ചുമതല സ്പിരിറ്റിനുള്ളതാണ്. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്കൊന്ന് വരാം. 2 കൊരിന്ത്യർ 5:10. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ നോക്കിയേ, പൗലോസ് പറയുകയാണ്,
അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, we know that. ശരീരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ എൻ്റെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഭവനത്തിനകത്ത് ഞാൻ ഇരിക്കുകയാണ്, വീടിനകത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ശരീരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഞാനുണ്ട്, ശരീരമുണ്ട്, രണ്ടും രണ്ടാ അവിടെ കാണിക്കുന്നത്. അപ്പൊ എന്റെ ആത്മാവും ദേഹിയും കൂടെ ചേർന്നുള്ളതിനെ കുറിച്ച് അത് പറയുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ശരീരം കൊണ്ടുപോകുന്നില്ല. ബോഡി ഈസ് നോട്ട് ടേക്കൺ when you are dying. Who is leaving your body? Not the spirit alone, but the spirit and the soul. It is going together. നമ്മളത് മറന്നു പോകരുത്. അപ്പൊ ദൈവസന്നിധി ഞാനെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കാന്ന് വെച്ചാൽ എന്റെ ബോഡിയെ ഞാൻ യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്റെ ബോഡിക്ക് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹം, പക്ഷെ എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വാ അടച്ചിരിക്കും. ഞാൻ എപ്പോ വാ തുറക്കുമ്പോൾ അപ്പോഴാ സംസാരിക്കുന്നത്, അല്ലേ? എന്റെ ബോഡിക്ക് എപ്പോഴും ഭയങ്കര വിശക്കുന്ന പറഞ്ഞാൽ എനിക്ക് ആഹാരം കിട്ടണമെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷെ ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ എന്തോ ചെയ്യുന്നത്? ബോഡി പറയുന്നുണ്ട് ഇച്ചിരി വേണം, ഇച്ചിരി വെള്ളം കുടിക്കണം, ഇച്ചിരി ഭക്ഷണം കഴിക്കണം എന്ന് ബോഡി പറയുന്നുണ്ട്. ഡെഫിനറ്റ് ബോഡിക്ക് ഏത് സമയവും ഇഷ്ടമാണ്. ഭക്ഷണം കൊണ്ടുവച്ചാൽ ചാടിക്കയറി ഭക്ഷണത്തെ പിടിക്കും. പക്ഷെ കൊടുക്കാതിരിക്കുന്നത് ആരാ? ഇറ്റ് ഈസ് മീ. അതാ ഞാൻ. ആ ഞാൻ എന്ന് പറയുന്നത് എന്താ? സ്പിരിറ്റ് വിത്ത് സോൾ ടുഗദർ. ഇവിടെ പറയുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അതിന്റെ അർത്ഥം സ്പിരിറ്റ് ആൻഡ് സോൾ വിൽ ബി ജഡ്ജ്ഡ് ബിഫോർ ഗോഡ് ആസ് ഹൗ ദേ യൂസ് ദ ബോഡി. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഈ സോളിനെ സ്പിരിറ്റിന്റെ അണ്ടറിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ടു ബി ടുഗദർ. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഫ്ലഷിന്റെ ഇഷ്ടത്തിന് പോകാതിരിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ സന്നിധി കണക്ക് പറയേണ്ടതായിട്ട് വരും. എന്റെ ശരീരമാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം ശരീരത്തെ കൊണ്ട് നമ്മളാ ജയിപ്പിച്ചത്. നമ്മുടെ സോൾ നമ്മുടെ ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോ വി ഓൾ ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ ഗോഡ്. നമ്മൾ എന്തൊക്കെ ചെയ്തോ അത് മുഴുവനും ഈ ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. സോൾ നമ്മൾ മറന്നു പോകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം അതാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു, ഇൻക്ലൂഡിങ് പോൾ. അത് പാപം മാത്രമല്ല, എല്ലാം. Even after we are born again, Paul is saying he is an apostle, but still he has to stand before the throne of Christ, has to give an account of how he lived his life even after his conversion. ചിലരൊക്കെ പറയുന്നത് നമ്മള് വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കണക്ക് പറയേണ്ടി വരത്തില്ലെന്നാ. അങ്ങനെയാണെങ്കിൽ പൗലോസ് ഇങ്ങനെ ഇവിടെ എഴുതത്തില്ല. Praise the Lord. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഓരോ ദിവസത്തിനും നാം ദൈവസന്നിധി കണക്ക് പറയേണ്ടതായിട്ട് വരും. So we need the grace of God. What is grace of God? Grace of God is the power of God available to every believer. Because in our human power it is impossible to live a godly life. It is not difficult. Don't say that it is difficult. If you say it is difficult, that means still there is a possibility. That is what the word difficult means. But it is impossible without grace. കാരണം എന്തെന്ന് വെച്ചാല് ഈ ജഡം ഇത്രമാത്രം ചീർത്തിരിക്കുകയാണ്. ഇത് ഈ ഭൂമിയിൽ നിന്നുള്ളതാണ്. അവൻ ഈ ഭൂമിയിൽ നിന്നുള്ളതായതുകൊണ്ട് ആത്മാവിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്ത് ആത്മാവിന് ബലം വേണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് വരണം. That is the power of God. Grace is the power of God available to you and me if we cry out for it. മറന്നു പോകരുത് ദൈവമക്കളെ. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ തോക്കുന്നുണ്ടെങ്കിൽ take this message. Cry out to the Lord. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു.
യാക്കോബ് 4:6-7 വാക്യങ്ങൾ. ദൈവം നിഗളികളോട് എതിർപ്പ് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. നിഗളികളോട് എതിർത്ത് നിൽക്കുക ദൈവം, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നത്. എങ്ങനെയാ താഴ്മയുള്ളവർക്ക്? എവിടെയും താണിരിക്കുന്നതല്ല താഴ്മയുള്ളവർ. താഴ്മയുള്ളവർ എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിറ്റി ഇൻ ഹാർട്ട്. ലോർഡ്, ഐ കാൺട്ട് ലിവ് വിത്തൗട്ട് യു, അത് പറയുന്നവരാ താഴ്മ. ബാക്കി എല്ലാവരും പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു വ്യക്തി പ്രാർത്ഥിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഐ ആം കേപ്പബിൾ ടു ലിവ് വിത്തൗട്ട് പ്രയർ. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിവുണ്ടെന്നുള്ളതാണ് അതിന്റെ ആവശ്യം, അല്ലേ? എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഐ ആം ഇൻകേപ്പബിൾ ഓഫ് ഡൂയിങ് സംതിങ് ബൈ മൈസെൽഫ്. Only a weak person need to pray. വീക്കായിട്ടുള്ള ബലഹീനനായ ഒരു മനുഷ്യന് മാത്രമേ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് അവിടുന്ന് കൃപ കൊടുക്കുന്നതെന്നാണ് വചനം പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ തിയറി അല്ല പറയുന്നത്. എന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. പണ്ട് എന്റെ ജീവിതം നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇന്നും എന്റെ ജീവിതം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും ആയെന്നല്ല പറയുന്നത്. But I can vouch it. And I know some of our brothers and sisters who are listening to me, you can vouch it in your life. മറ്റെല്ലാവരും ആ വ്യത്യാസം കാണുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. എവിടെ നിന്ന്? കർത്താവിന്റെ കൃപ, അവിടുത്തെ ഗ്രേസ് എത്രമാത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരാൾക്ക് കൃപ കൂടുതലും ഒരാൾക്ക് കൃപ കുറച്ചും കിട്ടുന്നത്. ആ കൃപ കൂടുതൽ കിട്ടുന്നയാൾ ഒത്തിരി കരയുന്നുണ്ട് ദൈവസ്ഥലത്ത്. അതുകൊണ്ടാണ്. ഒത്തിരി കർത്താവിന് ഒത്തിരി ബൈബിൾ വായിക്കുന്നതുകൊണ്ടല്ല. ഡോണ്ട് ടേക്ക് മീ റോങ്. ഒത്തിരി മെസ്സേജ് കേൾക്കുന്നതുകൊണ്ടോ ഒത്തിരി ബൈബിൾ വായിക്കുന്നതുകൊണ്ടോ കൃപ കിട്ടത്തില്ല. ഡെഫിനറ്റ്ലി ബൈബിളിൽ അങ്ങനെ ഒരു വചന വാഗ്ദത്തമില്ല. ബൈബിളിലെ വാഗ്ദത്തം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. താഴ്മയുടേതായിട്ട് ഒരു സൈനാണ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത്. എന്തിനാ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ അടുത്ത് നിന്ന് കരയുന്നത്? അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്, അല്ലേ? ഓരോ കാര്യങ്ങളും വന്ന് ആവശ്യങ്ങൾ നമ്മുടെ അടുത്ത് പറയുന്നത്. 24 വയസ്സായ എന്റെ മോൻ എന്റെ അടുത്ത് വന്ന് ആവശ്യങ്ങൾ പറയത്തില്ല. ബിക്കോസ് ഹി ക്യാൻ മീറ്റ് ഹിസ് ഓൺ നീഡ്സ്. പക്ഷെ 17 വയസ്സുള്ള മോൻ എന്റെ അടുത്ത് വന്ന് ആവശ്യങ്ങൾ പറയും. ബിക്കോസ് ഹി നോസ് ദാറ്റ് ഹി ഈസ് നോട്ട് കേപ്പബിൾ ടു മീറ്റ് ഹിസ് ഓൺ നീഡ്സ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിവുള്ള ഒരാൾ പ്രാർത്ഥിക്കത്തില്ല. കഴിവില്ലാത്ത ഒരു വ്യക്തി മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ ദൈവസന്നിധിയിൽ. അവർക്ക് മാത്രമേ കൃപ ലഭിക്കത്തുള്ളൂ. ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് ടു ഡു. കർത്താവിന്റെ സന്നിധി കണ്ണുനീരെടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീനതകൾ നമുക്കറിയാം. എവിടെയാണ് കുറഞ്ഞു പോകുന്നത് നമുക്കറിയാം. നമ്മളിൽ അഹന്തയുണ്ട്, നിഗളമുണ്ട്, നമ്മളിൽ പ്രൗഡുണ്ട്. ഇതൊക്കെ മാറിയാലും ശരി, വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? യേശുവിനെ സ്നേഹിക്കാൻ. കർത്താവെ, അപ്പോസ്തലന്മാർ അങ്ങയെ സ്നേഹിച്ചതുപോലെ എനിക്കും സ്നേഹിക്കണം. കർത്താവെ, അപ്പോസ്തലന്മാർക്ക് അവിടുത്തെ എരിവ് പകർന്ന പോലെ ഓൾ ത്രൂ ദ സെഞ്ചുറീസ് ഈ മിഷണറിമാർ ഇത്ര എരിവും തീഷ്ണതയും ഉള്ളവരായി അങ്ങയെ സേവിച്ചതുപോലെ എനിക്കും എരിവും തീഷ്ണതയും ഉള്ളവരായിട്ട് അങ്ങയെ സേവിക്കണം. കർത്താവെ, അങ്ങയുടെ ജനത്തെ സ്നേഹിച്ചതുപോലെ എനിക്കും അങ്ങയുടെ ജനത്തെ സ്നേഹിക്കണം. കർത്താവെ, ഇത് നോക്കി, നമ്മൾ കരയുന്നതും പ്രാർത്ഥിക്കുന്നതും പാപത്തിൽ നിന്ന് ജയം പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ വേറെ 1000 വിഷയങ്ങളുണ്ട് ദൈവസന്നിധി കൃപ പ്രാപിക്കാൻ. കർത്താവെ, പാപികളെ അങ്ങ് സ്നേഹിച്ചതുപോലെ എനിക്കും സ്നേഹിക്കാനുള്ള കൃപ തരണം. ചുമ്മാ നമ്മൾ പോയി പറയുകയല്ല. ഞാൻ എന്താ ചെയ്യുന്നത് അറിയാം? ഓരോരോ വിഷയത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കും. അതിൽ നിന്ന് കൃപ കിട്ടുമ്പോൾ അടുത്ത വിഷയം ഞാൻ കൊടുക്കും. ഞാൻ അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. And I know it is happening in my life. I am experiencing it. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വെറുതെ ഇരുന്ന് ചുമ്മാ അത് പ്രാർത്ഥിച്ചു പോകയല്ല. Be specific before the Lord and let Lord know that you need it. Hallelujah. കർത്താവ് പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവനുള്ളത് കവർ ചെയ്യുവാൻ കൊണ്ടും കഴിയുകയില്ല. we need to do a wrestling. യാബോക്കിന്റെ നദിക്കരയിൽ വെച്ച് ദൈവത്തോട് യാക്കോബ് പറയുകയല്ല, മൽപ്പിടുത്തം നടത്തുകയല്ല അവിടെ കാണുന്നത്. എന്നിട്ട് പറഞ്ഞെന്തോന്നറിയാമോ? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. There it shows that how desperate Jacob was before God for his blessing. നമ്മൾ അത്ര ഡെസ്പിറേറ്റ് ആണെന്ന് കർത്താവിനെ കാണിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. That is the promise for us. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കാറുള്ളത്? ഹല്ലേലൂയ. നമ്മൾ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്തേ. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലെ 99% 99% of our prayer
about what? That is what we get. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന്റെ തലം മാറണം ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ പ്രാർത്ഥിക്കരുതെന്നല്ല അതിന്റെ അർത്ഥം. ഭൗതികമായ ആവശ്യങ്ങൾ എല്ലാം ദൈവം, ഈ അടുത്ത ദിവസം ഞാൻ ഒരു ചർച്ചയോട് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറയുകയായിരുന്നു, നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെല്ലാം ദൈവം തന്നെന്ന് കരുതിക്കോ. ഒരിക്കലും രോഗമില്ല, ഒരിക്കലും ദുഃഖമില്ല, പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ല, മക്കളെല്ലാം നല്ല നിലയിലായി അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒന്നാന്തരം ഒരു ജോലി, നല്ല വലിയൊരു വീട്, ഇഷ്ടം പോലെ കാറ്, ഇതെല്ലാം ദൈവം അങ്ങ് തന്നെന്ന് വെച്ചോ. ഹൗ ലോങ് വിൽ യു യൂസ് ദിസ്? ഹൗ ലോങ് വിൽ യു ഹാവ് ഇറ്റ്? എത്ര കാലം ഇത് കൊണ്ട് നടക്കും? പറഞ്ഞേ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊരു 2 പൗണ്ടിന്റെ ടെഡി ബിയറിന് വേണ്ടി വാശി പിടിക്കുന്ന കുഞ്ഞിന്റെ കൂട്ടായിരിക്കുന്നത്. ഒരു കുഞ്ഞ് നിലത്ത് കിടന്ന് ഉരുളുക. ഒരു ഷോപ്പിൽ പോയപ്പോ എന്തിനാ കൂടെ കിടന്ന് കരയുന്നത്? എനിക്ക് ടെഡി ബിയർ വേണം, ആ പിങ്ക് കളർ വേണം. ആ കുഞ്ഞ് പറയുന്നത് എനിക്ക് കിട്ടിയേ പറ്റൂ, വേറെ എന്ത് കൊടുത്താലും. അപ്പൊ അപ്പൻ എന്ത് ചെയ്യുന്നു പറയാമോ? കയ്യെ കിടന്ന് വാച്ചെടുത്ത് മോളെ കൊടുത്തു, കരയാതിരിക്കാം. മോള് വാച്ചെടുത്ത് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. പിന്നെയും അങ്ങോട്ട് ചൂണ്ടിക്കൊണ്ട് പറയാം, ആ ടെഡി ബിയർ വേണം, ഇറ്റ്സ് ഓൺലി 2 പൗണ്ട്. ആ കുഞ്ഞ് വിചാരിക്കുന്നത് ആ ടെഡി ബിയറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ എവരിത്തിങ്. പക്ഷെ ആ കുഞ്ഞ് അറിയുന്നില്ല, ഒരാഴ്ച കഴിയുമ്പോൾ എനിക്കിത് മടുക്കുമെന്ന്. അഥവാ മടുത്തില്ലെങ്കിലും ആഫ്റ്റർ 2 years when I become a big girl, I will never cling on to this teddy bear. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഭൗതികമായ ഓരോ വിഷയത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ നാം ഓർക്കുക, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ഇറ്റ്സ് ഓൾ ടെമ്പറൽ. ഐ ആം ഗോയിങ് ടു യൂസ് ഇറ്റ് ഓൺലി ഫോർ എ ഷോർട്ട് വയർ. ഒരു ചെറിയ കാലത്തേക്ക് ഞാനത് ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനാണെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്? നിത്യതയിൽ എനിക്ക് പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങൾ എനിക്ക് വേണം. നിത്യതയിൽ എനിക്ക് പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങൾ എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. എനിക്ക് പാപത്തെ ജയിക്കണം, എനിക്ക് മോഹങ്ങളെ ജയിക്കണം, എനിക്ക് ജഡത്തെ ജയിക്കണം. ഈ പാപത്തിന്റെ മേലൊക്കെ ജയം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പിന്നെ പ്രാർത്ഥനയുടെ ഫോക്കസിങ് മാറി. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഹല്ലേലൂയ കർത്താവേ, അങ്ങയെ സ്നേഹിച്ചതുപോലെ എനിക്ക് സ്നേഹിക്കണം. അങ്ങ് പിതാവിന്റെ സന്നിധി താണിരുന്നത് പോലെ എനിക്ക് താണിരിക്കണം. മുമ്പേ പറഞ്ഞതുപോലെ അങ്ങയുടെ അപ്പോസ്തലന്മാർ അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായതുപോലെ എനിക്ക് പൂർണ്ണ മനസ്സോടെ അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് ആഗ്രഹം തരണം. അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹം തരണം. മറ്റുള്ളവരെ സ്നേഹിക്കാൻ അങ്ങ് സ്നേഹിച്ചതുപോലെ എനിക്ക് സ്നേഹിക്കണം. എത്ര കാലം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ദൈവമക്കളെ? ഐ ടെൽ യു, until we die we can pray that prayer. കാരണം എന്നാലും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തില്ല. വളർന്നുകൊണ്ടേയിരിക്കും. ലിറ്റിൽ മോർ 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 മോർ. എത്രയോ വിഷയങ്ങളുണ്ട്. അപ്പൊ ദൈവമക്കളെ, നമ്മുടെ ഫോക്കസിങ് അതായിരിക്കണം. ഞാൻ മുമ്പേ നിങ്ങളോടൊരു വാക്യം പറഞ്ഞല്ലോ, അടുത്ത 5 മിനിറ്റിനുള്ളിൽ ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പേ നിങ്ങളോടൊരു വാക്യം പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സഭാപ്രസംഗിയിലേക്ക് വരുമ്പോഴ്, സഭാപ്രസംഗി സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാമത്തെ വാക്യം നോക്കിയേ. പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. പൊടി പണ്ടായിരുന്നത് പോലെ. എന്നായിരുന്നത് പോലെ? യഹോവയായ ദൈവം തന്റെ കയ്യിലെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അന്ന് ആ പൊടി ആയിരുന്നത് പോലെ നമ്മൾ അതായിത്തീരും. പിന്നെ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? എന്നിലെ ഏറ്റവും വില കൂടിയ സാധനം എൻ്റെ ആത്മാവാണ്. എന്നിലെ ഏറ്റവും വിലയേറിയത് എൻ്റെ ആത്മാവാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് ഈ സബ്ജക്ട് ഇവിടെ നിർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, man is created as a trinity, in trinity, and man is an inferior trinity and God is a superior trinity. ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ ആലയം നമ്മൾ കേട്ടായിരുന്നല്ലോ. 6:19 കേട്ടല്ലോ. 1 കൊരിന്ത്യർ 6:19 നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 3:14 പറയും നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന്. ദൈവത്തിന്റെ മന്ദിരത്തിന്റെ സവിശേഷത എന്ന് നോക്കിയേ. ദൈവത്തിന്റെ മന്ദിരത്തിന് 3 പാർട്ട് ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ദാറ്റ് ഓൾസോ ഇൻ എ ട്രിനിറ്റി.
അപ്പൊ ദൈവത്തിന്റെ മന്ദിരമാകുന്നത് നമ്മളെ ട്രീറ്റ് ചെയ്യാം. നമ്മളിൽ ഒരു പ്രാകാരമുണ്ട്. പ്രാകാരം എന്ന് പറയുന്ന കാണപ്പെടുന്ന സ്ഥലമാണ്. ആർക്ക് വേണേലും തൊടാൻ പറ്റും, ആർക്ക് വേണേലും കാണാൻ പറ്റും, ആർക്ക് വേണേലും കേൾക്കാൻ പറ്റും. പ്രാകാരം എന്ന് പറയുന്നത് എല്ലാവർക്കും കയറിയിരിക്കാൻ പറ്റുന്ന സ്ഥലം. വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. രണ്ടാമത്തെ പാർട്ടാണ് വിശുദ്ധ സ്ഥലം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ദേഹിയ, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകളൊക്കെ മുമ്പേ കാട്ടുന്ന പോലെ. മൂന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ഏറ്റവും അകത്ത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ലേവ്യ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ലേവ്യ പുസ്തകം 16-ാം അധ്യായം പഠിച്ചാല് ഈ അതിവിശുദ്ധ സ്ഥലത്ത് എത്തുവാൻ ഒരാൾക്കേ അവകാശമുള്ളൂ. അതാരാന്നറിയോ? മഹാപുരോഹിതൻ. അതും വർഷത്തിലെ ഒരു നാളിൽ, ഒരു ദിവസം മാത്രം, വർഷത്തിൽ ഒരു ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റ്, പ്രായശ്ചിത്തത്തിന്റെ ദിവസം മാത്രമേ ഈ മനുഷ്യന്, ഈ ചീഫ് പ്രീസ്റ്റിന് അകത്ത് ചെല്ലാൻ പറ്റൂ. അപ്പൊ ഈ വിശുദ്ധ സ്ഥലത്ത് ആരൊക്കെയാ നിൽക്കുന്നതെന്ന് അറിയാമോ? ലേവ്യരും പുരോഹിതന്മാരും. അവർ വിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ജനം എവിടെ നിന്നുകൊണ്ട് ആരാധിക്കും? പ്രാകാരത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കും. ശ്രദ്ധിക്കണമേ, ജനം പ്രാകാരത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കും. ലേവ്യരും അല്ലെങ്കിൽ അതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാര് വിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് ആരാധിക്കും. വർഷത്തിൽ ഒരിക്കൽ മാത്രം അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കടന്നു ചെല്ലും. അപ്ലൈ ദാറ്റ് ടു അവർ ലൈഫ്. 3 രീതിയിൽ ആരാധിക്കുന്നവരുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണമേ, 3 രീതിയിൽ ആരാധിക്കുന്നവരുണ്ട്. ജഡത്തിൽ നിന്ന്, പ്രാകാരത്തിൽ നിന്ന് ആരാധിക്കുന്നവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമത്തിൽ പ്രാകാരത്തിൽ നിന്ന് ആരാധിക്കുന്ന പുരുഷാരത്തിന് വലിയ വിവരമൊന്നുമില്ല. ഒരുത്തൻ അങ്ങോട്ട് പോകും, ഒരുത്തൻ ഇങ്ങോട്ട് പോകും. അതിനിടയ്ക്ക് കുറച്ചു പേര് പാട്ടുപാടും, കുറച്ച് ബഹളം. അതിനകത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആടിനെ വിൽക്കുന്നവരുണ്ട്, പിന്നെ കാളയെ വിൽക്കുന്നവരുണ്ട്, പ്രാവിനെ വിൽക്കുന്നവരുണ്ട്. ഇതെല്ലാം അവിടെ പ്രാകാരത്തിൽ ആ ഭാഗത്ത് നടക്കുക. ഇത് തന്നെയാ പലരുടെയും ആരാധന, ജഡത്തിലുള്ള ആരാധനയാണ്. നമുക്കറിയാം, സഭകൾ അതിനിടയ്ക്ക് പല കാര്യങ്ങൾ ചെയ്യും, അല്ലേ? നമ്മൾ കണ്ടില്ലേ, കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. ഫോൺ വന്നാൽ ഫോൺ എടുക്കും, ഫോണിനകത്തൊന്ന് മെസ്സേജ് എന്തോ നോക്കും, അതിനിടയ്ക്ക് ഫോൺ മാറ്റി വെക്കും, അതിനിടയ്ക്ക് പോക്കറ്റിനകത്ത് തപ്പി നോക്കും, വാലറ്റ് എടുത്ത് നോക്കും. ഇതെല്ലാം ആരാധനയ്ക്കകത്ത് നടക്കും. അതാ ജഡത്തിലുള്ള ആരാധനയാണ്. എന്നാൽ ചിലർ കുറച്ചുകൂടെ അങ്ങോട്ട് മാറി വിശുദ്ധ സ്ഥലത്തൊരു ആരാധന നടക്കുക. അതായത് പഴയ നിയമത്തിലെ സെക്കൻഡ് പാർട്ട്. അതാ ചിലർ മൈൻഡിലുള്ള ആരാധന. മൈൻഡിൽ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കണ്ണടച്ച് ആരാധിക്കും. അവർ പാട്ട് വളരെ വ്യക്തമായിട്ട് കേട്ടും പാടിയും ആരാധിക്കും. അവർക്കറിയാം എന്താ നടക്കുന്നത്. അവർ കേട്ട് മറ്റുള്ളവരെ പോലല്ല. മറ്റു പലതും ചെയ്യുമ്പോൾ അവർ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് മുകളിലേക്ക് കൈ ഉയർത്തി പാട്ട് നോക്കി പാടി, അല്ലെങ്കിൽ പാട്ട് മനസ്സിൽ നിന്ന് പാടി അവർ ഏകാഗ്ര ഹൃദയത്തോടു കൂടി തന്നെയാണ്. അതായത് ലേവ്യരെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ആരാധിക്കുന്ന പോലെ തന്നെ. ഇത് നമ്മുടെ ദേഹിയിലുള്ള ആരാധനയാണ്. എന്നാൽ ആത്മാവിലൊരു ആരാധനയുണ്ട്. അതായത് ദൈവത്തോട് മുഖാമുഖം കണ്ട് ആ ആരാധനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതിനാ പറയുന്നത് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന. അതാ 3-ാമത്തെ തലം. ഹല്ലേലൂയ. മഹാപുരോഹിതൻ ആ 3-ാമത്തെ തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ വേറെ ആരുമില്ല, ഒരു ബഹളവുമില്ല. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തീന ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നിടമാണ് അവിടെ. അവിടെ കടന്നു ചെല്ലുന്ന മഹാപുരോഹിതൻ ഭയത്തോടെയാ, വിശുദ്ധിയിലാണ് കടന്നു ചെല്ലുന്നത്. അവിടെ ദൈവവും താനും മാത്രം. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ദൈവമക്കളെ, സഹോദരങ്ങളെ, ഹല്ലേലൂയ, ജഡത്തിലുള്ള ആരാധനയല്ല, മനസ്സിലുള്ള ആത്മാരാധനയല്ല, പിന്നെയോ അതിനപ്പുറം കടന്ന് ആത്മാവിൽ ദൈവത്തെ കാണുക, ആത്മാവിൽ ദൈവവുമായി സമ്പർക്കത്തിലായി തീരുക. ഹല്ലേലൂയ, സ്തോത്രം. ആരെയും കാണിക്കുവാനല്ല, ആരെയും കേൾപ്പിക്കുവാനല്ല, എന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആ ദൈവ മഹത്വത്തിൽ ഞാൻ സകലതും മറന്ന് എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ ദൈവ സാന്നിധ്യത്തിൽ കഴിയുന്ന സമയമാണ് ആത്മാവിലുള്ള ആരാധന. മറന്നു പോകരുത്. ഹല്ലേലൂയ. ആത്മാവിന്റെ പ്രാധാന്യമത. കാരണം ആത്മാവിലാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ നടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു തലത്തിലേക്ക് നാം കടന്നു വരേണ്ടിയിരിക്കുന്നു. ഈ നാളുകളിൽ ഇത്രയും നാൾ നാം ആത്മാവിനെ കണ്ടതുപോലെ ഇനി കാണരുത്. നമ്മുടെ ആത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നാം നമ്മുടെ ശരീരത്തിന് വേണ്ടി ഒത്തിരി സമയം ചെലവഴിക്കുന്നവരാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടി ഒത്തിരി സമയം നാം ചെലവഴിക്കുന്നവരാണ്. ശരീരത്തിന്റെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ എന്തെല്ലാമോ ചെയ്യുന്നത്. അതിന് ചേരുന്ന ഡ്രസ്സ്, ഹല്ലേലൂയ, താമസിക്കുവാനുള്ള വീട്, യാത്ര ചെയ്യുവാനുള്ള വാഹനങ്ങള്, വേർക്കാതിരിക്കുവാനുള്ള എയർ കണ്ടീഷന്,
കാണാനുള്ള കാഴ്ചകൾ, കേൾക്കാനുള്ളതെല്ലാം നമ്മൾ ഒരുക്കും. ആർക്കു വേണ്ടി? ദേഹത്തിനു വേണ്ടി, ശരീരത്തിനു വേണ്ടി. ദേഹിക്ക് വേണ്ടി നമ്മൾ എന്തോ ചെയ്യുന്നത്? ബെസ്റ്റ് സ്കൂളിൽ പോകും, ബെസ്റ്റ് യൂണിവേഴ്സിറ്റി പോകും, ബെസ്റ്റ് പുസ്തകങ്ങൾ വായിക്കും, നല്ല നല്ല റിസർച്ചുകൾ ചെയ്യും. എന്തിനാ? അറിവ് വർദ്ധിപ്പിക്കുവാൻ, ചിന്തകൾ വർദ്ധിപ്പിക്കുവാൻ. ബട്ട് വാട്ട് ഡു വി ഡു ഫോർ അവർ സ്പിരിറ്റ്? നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം എന്താ ചെയ്യുന്നത്? ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം ഈ നാളുകളിൽ ചെയ്യണം. കർത്താവിന്റെ സന്നിധിയിലിരുന്ന് അവിടുത്തെ തിരുവചനം പഠിച്ച്, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ആചരിച്ച്, ദൈവസഭയോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ച്, ഹല്ലേലൂയ സ്തോത്രം, ആത്മാവിൽ നമുക്കൊരു വർധനയുണ്ടാവും, ബലമുണ്ടാകും. ഇന്നത്തെ രാത്രി കേൾപ്പിച്ച വചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം.